മലയാളത്തിൽ നിന്ന് ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു കട്ടിൽ ഒരു മുറി എന്നാണ് പേര്. ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് പടം ഈ അടുത്തത് മെയ്യഴകനാണ്. അത് കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണിത്. സോ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ സ്ട്രെസ്സും ടെൻഷനിലൊക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റിയ നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ കാസ്റ്റിങ്ങും അവരുടെ പെർഫോമൻസും ആണ്. ഒരു 5 to 6 മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ള ഈച്ച് ആൻഡ് എവ്രി വൺ എന്ത് കിടിലം പെർഫോമൻസ് ആയിരുന്നു അറിയോ. ആൻഡ് ഐ ജസ്റ്റ് ലവ്ഡ് എവറിത്തിങ് ഇൻ ദിസ് മൂവി. ആദ്യം എടുത്ത് പറയേണ്ടത് പൂർണിമ ഇന്ദ്രജിത്തിന്റെ കാര്യമാണ്. ഒയ്യോ എന്നാ പെർഫോമൻസ്. ആളുടെ പേര് ത്രിപുര സുന്ദരി, അങ്ങനെ അക്കമ്മ എന്നൊക്കെയാണ് വിളിക്കുക. ഈ തമിഴൊക്കെ ആൾ എത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നത് അറിയോ. നല്ല രസമായിരുന്നു കണ്ടിരിക്കും. ഞാനിങ്ങനെ റീവൈൻഡ് അടിച്ച് കാണുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ കുറെ ആയി പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഒരു പടം കണ്ടിട്ട്. ആൻഡ് ഐ ജസ്റ്റ് റിയലി മിസ് മൂവീസ് എന്നാണ് പറയാം. അപ്പൊ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്റെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ആക്ട്രസ് ആരാ മലയാളത്തിൽ ചോദിച്ചു ഞാൻ പറയും പൂർണിമ ഇന്ദ്രജിത്ത്. അത്ര അടിപൊളിയായിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. ആൾ ഈ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുക. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ഹക്കിം ഷാജഹാന്റെ കേസാണ്. ആൾ ടുവേർഡ്സ് എൻഡ് ഒരു ഇമോഷണൽ സീൻ ഒക്കെ ചെയ്തു വെച്ചിട്ട് അടിപൊളിയായിരുന്നു. സോ ദിസ് ഗായ് ഹാസ് ഗോട്ട് സം ഇമ്മൻസ് പൊട്ടൻഷ്യൽ എന്നേ പറയുള്ളൂ. മലയാളം ഇൻഡസ്ട്രി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യോ ഇല്ലെന്നൊന്നും അറിയില്ല. അടിപൊളി നടനാണ്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയല്ലേ, നമുക്ക് മൈൻഡ് ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറെ ഭയങ്കര ക്രൈം ത്രില്ലേഴ്സും ബ്ലഡ് ബാത്ത് ഒക്കെ കണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കൊച്ചു പടം ഈ പെർഫോമൻസ് ബേസ്ഡ് ആയാലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു പടം കാണണം എന്ന് വെച്ചാൽ കണ്ടു നോക്കുക. ഒരു കട്ടിൽ ഒരു മുറി മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതായത് ഒരു കട്ടിലും ഒരു മുറിയും എങ്ങനെ ഇവരൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെയാണ് കാണിക്കുന്നത്. ഷമ്മി തിലകനാണ് ഇതിലത്തെ നായികയുടെ അച്ഛനായിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പിന്നെ ഏത് റോള് വേണമെങ്കിൽ പോകും. നല്ല രസത്തിൽ തന്നെ ആള് പെർഫോം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 5 to 6 മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഇനി അവര് പെർഫോം ചെയ്ത് വെച്ചിരിക്കണം. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇത് ചിലപ്പോൾ കണക്ട് ആവാത്ത ആൾക്കാരുണ്ടാവും, ഉണ്ടാവാതിരിക്കുക. എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. സോ ബേസിക്കലി ഒരു സാധാരണക്കാർക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ഇതിലത്തെ നായിക നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ട്രൈ ഇറ്റ് ഔട്ട്.